ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലൈബ്രറി കൗൺസിലിൻ്റെ വായനോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് വായിക്കാൻ തന്നിട്ടുള്ള ഒരു പുസ്തകമാണ്, നോവലാണ് കുമാരു 26 മണിക്കൂർ. ഇത് എഴുതിയിട്ടുള്ളത് MA സിദ്ദിഖാണ്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മലയാളത്തിൻ്റെ പ്രിയ കവിയായ കുമാരനാശാൻ്റെ മരണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകളും ഒക്കെ ആവിഷ്കരിക്കുന്ന ഒരു നോവലാണ് കുമാരു 26 മണിക്കൂർ. ചുരുക്കത്തിൽ ഈ നോവൽ ഒരു കൊലയാളി, സൗമുഖി എന്ന കൊലയാളി അതേവരെ താൻ അറിയാതിരുന്ന ഒരു മഹാകവിയെ, കുമാരനാശാനെ, താൻ കൊല ചെയ്യുന്നതിന് തൊട്ടു മുൻപ് അടുത്തറിയാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. MA സിദ്ദിഖാണ് ഈ ഒരു നോവലിൻ്റെ രചയിതാവ്. MA സിദ്ദിഖിൻ്റെ മറ്റ് കൃതികളാണ് അതിക്രമിച്ചു കടക്കുന്ന ഉത്തരാധുനികർ ശിക്ഷിക്കപ്പെടും, നവസിദ്ധാന്തങ്ങളും സാഹിത്യ നിരീക്ഷണങ്ങളും, അടയാളത്തിൻ്റെ അടയാളങ്ങൾ, പലകയും ചുണ്ണാമ്പും, ജലഭ്രമങ്ങളിൽ ഞാൻ, അവൾ തുരുമ്പ് തുടങ്ങിയവ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. കായിക്കരയിലെ കടൽ എന്നത് ആരെഴുതിയ കവിതയാണ്? കായിക്കരയിലെ കടൽ D. വിനയചന്ദ്രൻ്റെ കവിതയാണ്. കുമാരനാശാൻ ജനിച്ചത് എവിടെയാണ്? കായിക്കര. കുമാരനാശാൻ മരിച്ചത് പല്ലനയാറ്റിൽ. ആശാനെ മുക്കിയ ബോട്ടിൻ്റെ പേരെന്തായിരുന്നു? റെഡീമർ. തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തേക്കുള്ള ട്രെയിൻ സർവീസിന് അനുമതി നേടിക്കൊടുത്ത ദിവാൻ ആരായിരുന്നു? P. രാജഗോപാലാചാരി. പ്രാണനെന്നെ വെടിയുന്നിതേ, ജലം താണുപോം ചിറയെ മത്സ്യമെന്ന പോൽ. ഈ വരികൾ കുമാരനാശാൻ്റെ ഏത് കവിതയിലേതാണ്? നളിനി. നളിനി പ്രസിദ്ധീകരിച്ചത് BV ബുക്ക് ഡിപ്പോ. സിംഹപ്രസവം എന്ന കവിത ആരുടേതാണ്? കുമാരനാശാൻ. വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതായിരുന്നു? മിതവാദി പത്രം. വീണപൂവിനെ മിതവാദിയിൽ നിന്നും പകർത്തി ഭാഷാപോഷിണിയിൽ പ്രസിദ്ധീകരിച്ചത് ആരാണ്? CS സുബ്രഹ്മണ്യൻ പോറ്റി. നേരായി നീട തരുവിട്ടു നിലത്തു നിന്റെ ചാരത്തു വീണു ചടകങ്ങൾ പുലമ്പിടുന്നു. ഈ വരികൾ കുമാരനാശാൻ്റെ ഏതു കൃതിയിൽ നിന്നെടുത്തതാണ്? വീണപൂവ്. ആത്മോപദേശ ശതകം, അനുകമ്പാ ദശകം. ആത്മോപദേശ ശതകം, അനുകമ്പാ ദശകം എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. നമ്മുടെ മതസംബന്ധമായ ചുമതല, മതം മാറ്റം എന്നീ ലേഖനങ്ങൾ രചിച്ചത് ആരാണ്? കുമാരനാശാൻ. കുമാരനാശാൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഭാനുമതി. കുമാരനാശാൻ തൻ്റെ കൽക്കട്ട ജീവിതകാലത്ത് എഴുതിയ കൃതികൾ ഏതൊക്കെയായിരുന്നു? നളിനി, ലീല. അനർഘമിച്ഛാമി ശുചിത്വമാത്മന സദാ മനസ്സീദതി വാച്യകാതരം. അനർഘമിച്ഛാമി ശുചിത്വമാത്മന സദാ മനസ്സീദതി വാച്യകാതരം. ഇത് ആർക്കയച്ച കത്തിലെ വരികളാണ്? കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനയച്ച കത്തിലെ വരികളാണ്. ഭാനുമതിയുടെ സഹോദരൻ്റെ പേരെന്തായിരുന്നു? സദാശിവൻ. കുമാരനാശാൻ എഴുതാൻ ഏറെ പ്രയാസമനുഭവിച്ച കവിത എന്നറിയപ്പെടുന്നത് ഏത് കവിതയാണ്? ചണ്ഡാല ഭിക്ഷുകി. മാപ്പിള കലാപത്തെ ആസ്പദമാക്കി കുമാരനാശാൻ രചിച്ച കാവ്യമേതാണ്? ദുരവസ്ഥ. നീയാണെൻ്റെ നാടകത്തിലെ ആനന്ദഭിക്ഷു എന്ന് ശ്രീനാരായണ ഗുരു ആരോടാണ് പറഞ്ഞത്? ആരെക്കുറിച്ചാണ് പറഞ്ഞത്? കുമാരനാശാനോടാണ് പറഞ്ഞത്. കുമാരനാശാനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്.
നീയാണെൻ്റെ നാടകത്തിലെ ആനന്ദ ഭിക്ഷു. രവീന്ദ്രനാഥ ടാഗോറിനെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കവിത എഴുതിയത് ആരാണ്? കുമാരനാശാൻ. ആരെ കണ്ടപ്പോഴാണ് കുമാരനാശാന് ആനന്ദ ഭിക്ഷുവിനെ പോലെ തോന്നിയത്? സത്യദേവനെ കണ്ടപ്പോൾ. വാക്കുകൾക്ക് ദാരിദ്ര്യമില്ലാത്ത രാവണൻ എന്ന് കുമാരനാശാൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? വാക്കുകൾക്ക് ദാരിദ്ര്യമില്ലാത്ത രാവണൻ. സത്യദേവനെയാണ് കുമാരനാശാൻ ഇപ്രകാരം വിശേഷിപ്പിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗിക്കാരുടെ മാസികയുടെ പേരെന്താണ്? ശിവയോഗ വിലാസം. സഞ്ചാരയോഗ്യമല്ലാത്ത കുതിര എന്ന് ഉള്ളൂരിൻ്റെ ഏത് കൃതിയെയാണ് ആശാൻ വിശേഷിപ്പിച്ചത്? സഞ്ചാരയോഗ്യമല്ലാത്ത കുതിര എന്ന് ആശാൻ വിശേഷിപ്പിച്ച ഉള്ളൂരിൻ്റെ ഒരു കൃതി ചിത്രയോഗം. കുമാരനാശാൻ തൻ്റെ മാർക്കണ്ഡേയ ചരിതം എന്ന കഥാകാവ്യം ആർക്കാണ് കഥാപ്രസംഗമാക്കി മാറ്റാൻ വേണ്ടി അയച്ചു കൊടുത്തത്? സത്യദേവന്. ഒരിടത്തും പ്രസിദ്ധീകരിക്കാതെ പോയതും മറവിയുടെ ഒഴുക്കിലെ ഒരില എന്നും കുമാരനാശാൻ വിശേഷിപ്പിച്ച തൻ്റെ കൃതി ഏതാണ്? ഒരിടത്തും പ്രസിദ്ധീകരിക്കാതെ പോയതും മറവിയുടെ ഒഴുക്കിലെ ഒരില എന്നും കുമാരനാശാൻ വിശേഷിപ്പിച്ച തൻ്റെ കാവ്യം ഏതാണ്? കൃതിയല്ല, കാവ്യമാണ്. അത് മാർക്കണ്ഡേയ ചരിതമാണ്. അതാണ് സത്യദേവൻ അയച്ചു കൊടുത്തത്. പിന്നീട് സത്യദേവനും കുമാരനാശാനും ഒരുപോലെ മറന്നുപോയി ആ ഒരു കാവ്യത്തെക്കുറിച്ച്. ഏത് കവിത എഴുതിയതിൻ്റെ പേരിലാണ് കുമാരനാശാൻ ഏറെ പ്രയാസം അനുഭവിച്ചത്? ദുരവസ്ഥ. ദുരവസ്ഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? സാവിത്രിയും ചാത്തനും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വായനോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളെല്ലാം വരും വീഡിയോകളിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.